ഇനി ഞാനായിട്ട് സ്റ്റിക്കർ മേക്കിംഗ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചീത്ത പേര് വേണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ്. ചെറിയൊരു പ്രിവ്യൂ ആണ് ഇത്. കുറേ ഇതിലും കൂടുതൽ സ്റ്റിക്കേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചതാണ്. ഇത് എവിടെ നിന്നാണ് സ്കെച്ച് ചെയ്തതെന്നുള്ള കാണിച്ചു തരാം. ഇതുപോലെ പിൻട്രസ്റ്റ് ആപ്പ് എടുക്കുക. പിൻട്രസ്റ്റ് ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെഫറൻസ് കിട്ടും. ഞാനൊരു 2015 മുതൽ റെഫറൻസ് ഓരോരോ പല കാര്യങ്ങൾക്കുള്ള റെഫറൻസ് ആയിട്ട് പിൻട്രസ്റ്റ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കവായി സ്റ്റിക്കേഴ്സ് എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുള്ള റെഫറൻസുകളാണ് ഇതൊക്കെ. ഒരുപാട് കിട്ടും. ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫോണെടുത്ത് പിൻട്രസ്റ്റ് ആപ്പ് എടുത്ത് ഇതുപോലെ കവായി സ്റ്റിക്കേഴ്സോ എന്ത് റെഫറൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഇതിൽ കിട്ടും. അപ്പോൾ അതിൽ ഞാൻ കുറച്ചെണ്ണം എടുത്ത് വെച്ചിട്ട് നോക്കി വരച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ സ്റ്റിക്കേഴ്സ്. ഓക്കെ, സോറി, സ്റ്റിക്കേഴ്സ് അല്ല, അതിൻ്റെ സ്കെച്ചസ്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ സ്കെച്ച് പെൻ വെച്ചിട്ട് ആൽക്കഹോൾ മാർക്കേഴ്സ് വെച്ചിട്ട് കളർ ചെയ്തിട്ടാണ് ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വരയ്ക്കാൻ അറിയാത്ത ആളുകളൊക്കെ ആണെന്നുവെച്ചാൽ ഞാൻ തന്നെ ഇത് വരയ്ക്കാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര വരയ്ക്കുന്ന ആളൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ തട്ടിക്കൂട്ടുന്ന ഒരാളാണ്. എന്നിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിത് വരച്ചത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം വരയ്ക്കാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാതെ തന്നെ സ്കെച്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് ഫോണിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫോണിൽ ലോക്ക് ചെയ്തിട്ട് സ്കെച്ച് ചെയ്യാൻ പറ്റുന്ന ആപ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഈസിയാണല്ലോ വരയ്ക്കാൻ. ഞാനും അങ്ങനത്തെ ഒരു അഹങ്കാരത്തിലായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഈസിയല്ലേ. പക്ഷേ അല്ല, നമ്മൾ വരച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് പണിയുണ്ട്. മീൻസ് ഭയങ്കര ഈസിയായിട്ട് വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാനങ്ങനെ ഭയങ്കര വരയൊന്നുമില്ല ആളല്ല. അപ്പോൾ ഞാൻ കുറച്ച് എഫേർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇത് വരച്ചത്. അപ്പോൾ നമ്മളിതിങ്ങനെ ആൽക്കഹോൾ മാർക്കേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കളർ ചെയ്യാം. ഇനി ആൽക്കഹോൾ മാർക്കേഴ്സ് വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് സ്കെച്ചാണുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പം ആ സ്കെച്ചിൻ്റെ കുറച്ചൊരു സ്റ്റാൻഡേർഡ് കുറയുന്നേ ഉള്ളൂ കാണാൻ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ ജേർണലിലും നമ്മളെ ബുക്സിലൊക്കെ ഒട്ടിക്കാനല്ലേ ഈ സാധനം വേണ്ടത്. നമ്മളിപ്പോൾ പുറത്ത് സെയിൽ ചെയ്യാനോ വേറെ ആളെ കാണിക്കാനോ അല്ലല്ലോ. നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഒരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിൽ പെയിൻ്റ് ആണുള്ളതെങ്കിൽ പെയിൻ്റ് എടുക്കാം. അതല്ല സാധാരണ സ്കെച്ച് ഉണ്ടെങ്കിൽ സാധാരണ സ്കെച്ച് എടുക്കാം. അതല്ല ഇതുപോലെ ആൽക്കഹോൾ മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. പിന്നെ ഈ ഒരു പാട്ടാണ് ഇതിലേറ്റവും മോസ്റ്റ് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാട്ട്. ഇങ്ങനെ ഔട്ട്ലൈനിങ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഔട്ട്ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്ലൈനിൻ്റെ 0.7 പെന്നാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് ആ കണ്ണൊക്കെ, ആ വൈറ്റ് പോർഷൻസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ കാണാറുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ചെയ്തതും പിന്നെ അല്ലാതെ ഇങ്ങനെ റെഫറൻസൊക്കെ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കാണാറുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഈ സ്റ്റിക്കേഴ്സിന് ഇത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ റീസെൻ്റ്ലി ആണ് മനസ്സിലാക്കിയത് സ്റ്റിക്കേഴ്സിനും ജേർണലിങ്ങിനും ഭയങ്കര ഡിമാൻഡാണ്. മീൻസ് അങ്ങനത്തെ കണ്ടൻറ്റ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ റീസെൻ്റ്ലി ആണ് മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത സ്റ്റിക്കേഴ്സിൻ്റെ ഒരു സൂം ചെയ്തിട്ടുള്ള ഒരു വേർഷൻ. ചുമ്മാ വെറുതെ പട്ടിഷോ നടത്തണേ നമ്മൾ ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാവരും കണ്ടോളൂ. ഇതാണ് നമ്മളുടെ ക്യൂട്ട് സ്റ്റിക്കേഴ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ സ്കെച്ചിങ്ങും കളറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക, അതൊരു ഫസ്റ്റ് ലുക്ക്. അപ്പോൾ ഇത് ക്യൂട്ടായിട്ടുണ്ടോയെന്നൊന്നും എപ്പോഴും പറയുന്ന പോലെ എനിക്കറിയില്ല. അത് കണ്ടിട്ട് നിങ്ങളാണ് പറയേണ്ടത് ഇത് ക്യൂട്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അതിൽ ആ ഓറഞ്ച് ആ ഒരു ക്യാറ്റ് ഉണ്ടല്ലോ, അത് ക്യാറ്റാണ് കേട്ടോ. അതിനാദ്യം കണ്ടപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പിഗിനെ, പന്നിക്കുട്ടീനെ പോലെ തോന്നുമായിരിക്കും. പക്ഷെ അല്ല, അത് ക്യാറ്റാണ്. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആക്ച്വലി ഞാൻ പിഗിനെ അല്ല വരച്ചത്, ഞാനത് ക്യാറ്റിനെയാണ് വരച്ചത്. പിഗിനെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ട് ഇതുപോലെ നമ്മളുടെ സെല്ലോ ടാപ്പ്, ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള വീതിയുള്ള സെല്ലോ ടാപ്പ് എടുത്തിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് 2 മെത്തേഡിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ആക്കാം. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ അതിൻ്റെ വരിക്ക് വെച്ചിട്ട് നമ്മൾ അതിനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കണ്ടോ, നല്ല ആ ഒരു എന്താ പറയുക, വാട്ടർമെലൻ്റെ സ്റ്റിക്കർ ഉണ്ടല്ലോ, നല്ല ക്യൂട്ടല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം ബാക്കി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും.
അപ്പോൾ അറിയാത്തവരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇനി അറിയുന്നവരുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയണേ. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പം എല്ലാം അറിഞ്ഞുകൊണ്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. നമുക്കത് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ഇനി അത് ചെയ്യുമ്പം നമുക്കത് മാറ്റി ശരിയാക്കി ചെയ്യാമല്ലോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ. അപ്പം ഞാനും ഒരു ബിഗിനറാണ്, ഞാനും എക്സ്പേർട്ടല്ല, അതാണ് കാര്യം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും ഇതുപോലെ ആ സൈഡിൽ ചെറിയൊരു വൈറ്റ് പോർഷൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എല്ലാം അങ്ങനെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ തന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് 2 മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയൊരു മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. കാരണം നമ്മളെ നോട്ട്ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്കൊരു ബോക്സിലിട്ട് വെച്ചിട്ട് ആവശ്യം വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ജേണലിലേക്ക് ഒട്ടിക്കാം. ഓക്കെ, അതാണ് ഈ മെത്തേഡ്. ഫസ്റ്റ് തന്നെ കാണുന്നത് ഞാൻ ഡയറക്റ്റ് ഇതിൻ്റെ പുറകിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പം കുറച്ചും കൂടെ പണിയെടുക്കണം, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതുപോലത്തെ ഒരു ബട്ടർ പേപ്പറോ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ എടുക്കാം. ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൈറ്റ് വാൾപേപ്പർ ടേബിളിൽ ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലത്തെ ഭാഗമാണ്, അപ്പോൾ അത് ഞാൻ കളയാതെ എടുത്തു വെച്ചു. അതാണിത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം ലൈൻ ബൈ ലൈൻ ആയിട്ട് വെക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളുടെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ബാക്കിൽ ഓൾറെഡി ഈ ഗ്ലൂ അവിടെ നിൽക്കും, അതായത് സെല്ലോ ടാപ്പിൻ്റെ ഗ്ലൂ അവിടെ നിൽക്കും. ബാക്കിൽ നമ്മൾ പാച്ച്മെൻറ്റ് പേപ്പറാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ ഡയറക്റ്റ് ആ സെല്ലോ ടാപ്പിൻ്റെ ഗ്ലൂവോട് കൂടിയിട്ട് നമുക്ക് ബുക്സിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പ്രത്യേകം മറ്റേ നമ്മളുടെ ഫെവിക്കോളോ അല്ലെങ്കിൽ വേറെ ഗ്ലൂ ഒന്നും പുറകിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കേട്ടോ, ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് കുറച്ചും കൂടി ഒരു സ്റ്റെപ്പും കൂടെ പണിയെടുക്കണം. മറ്റേതാകുമ്പോൾ നമ്മൾ പുറകിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് അങ്ങനെ ഒട്ടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇത്രയും സ്റ്റിക്കേഴ്സ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ആക്ച്വലി ഇത് ചെയ്തു വരുമ്പോൾ നല്ല രസമുള്ളൊരു പരിപാടിയാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ടാകുമ്പം അതിൻ്റെ ഒരു ത്രില്ല് ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ആ ഒരു ത്രില്ല് ഇത്രയും കാലം ഞാൻ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ എല്ലാവരായിട്ടും ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.